ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് ക്ലബിംഗ് ഓഫ് ഇൻകത്തിൻ്റെ ഒരു സിമ്പിൾ പ്രോബ്ലമാണ്. ഏറ്റവും ബേസായിട്ട് വരുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ദ ഇൻകം ഓഫ് ദ ഫാമിലി ഓഫ് മിസ്റ്റർ ജോൺ ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ 23-24 വാസ് ആസ് അണ്ടർ. അതിൽ ജോണിൻ്റെ ഇൻകം തന്നിട്ടുണ്ട്. ഇൻകം ഫ്രം ബിസിനസ് 2 lakh, ലോട്ടറി വിന്നിങ്സ് 1 lakh. ജോൺ സി, അതായത് ജോണിൻ്റെ വൈഫാണ്, സാലറി 1 lakh, കമ്പ്യൂട്ടർഡ് എന്ന് തന്നിട്ടുണ്ട്. ഇൻകം ഫ്രം ട്യൂഷൻസ് 50,000. ദെൻ ജെയിൻ മൈനർ സൺ ഓഫ് ജോൺ ആണ്. അതിൽ 2 ഐറ്റം, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡിപ്പോസിറ്റും റെമ്യൂണറേഷൻ ഫോർ ആക്ടിങ് ഇൻ ഫിലിംസും. ദെൻ ജോയൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് മൈനർ സൺ ആണ്, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡിപ്പോസിറ്റ്, ഇൻകം ഫ്രം റണ്ണിങ് എ കോൾ സെൻറ്റർ. ദെൻ ജിൻസി മൈനർ ഡോട്ടർ ഓഫ് ജോൺ, അതിൽ ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ആൻഡ് ഫ്രം ഡാൻസ് പ്രോഗ്രാം. ഇങ്ങനെയാണ് ഐറ്റം തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത്, നമുക്കറിയാം മൈനർ, അതായത് മൈനറായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഇൻകം, പാരൻറ്റിൻ്റെ ഇൻകം, ആർക്കാണോ അച്ഛനാണോ അമ്മക്കാണോ കൂടുതൽ ഇൻകം ഉള്ളത് അവരുടെ ഇൻകത്തോടൊപ്പമാണ് നമ്മൾ ക്ലബ് ചെയ്യുന്നത്. അതിൽ നമ്മൾ പറഞ്ഞത്, ക്ലബ്ബ് ചെയ്യുന്ന സമയത്ത് സ്വന്തം സ്കിൽ ആൻഡ് ടാലൻറ്റ് ഉപയോഗിച്ച് കിട്ടുന്ന ഇൻകം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, പാരൻറ്റിൻ്റെ ഇൻകത്തോടൊപ്പം നമ്മൾ ക്ലബ്ബ് ചെയ്യാറില്ല. അതേപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ആ കുട്ടിയുടെ ഇൻകം നമ്മൾ എന്ത് ചെയ്യില്ല, ക്ലബ്ബ് ചെയ്യില്ല. അതായത് മൈനർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ക്ലബ്ബ് ചെയ്യില്ല. ഇത് ഓൾറെഡി നമ്മൾ തിയറിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ക്ലബ്ബ് ചെയ്യുന്ന ഇൻകം നമ്മൾ ക്ലബ്ബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് 1500 വെച്ച് നമുക്ക് എന്ത് കിട്ടും, എക്സംഷൻ കിട്ടും. അത് 1500 എന്ന് പറയുന്നത് മാക്സിമം ആണ്. അതായത് നമ്മുടെ ആക്ച്വൽ എമൗണ്ട്, നമ്മൾ ക്ലബ്ബ് ചെയ്യുന്ന ആക്ച്വൽ എമൗണ്ട് ഓർ 1500, 1500 ഏതാണ് കുറവ് അതാണ് നമുക്ക് എക്സംഷൻ കിട്ടുക. മാക്സിമം നമുക്ക് 1500 വരെ നമുക്ക് എന്ത് കിട്ടും, എക്സംഷൻ കിട്ടും. ക്വസ്റ്റ്യനിൽ എല്ലാവരുടെയും ഇൻകം കാണണം. അതായത് ആദ്യം ജോണിൻ്റെ ഇൻകം കാണണം, ജോൺ സി, ജെയിൻ, ജോയൽ, ജിൻസി. അപ്പോൾ ആദ്യം നമ്മൾ ജോണിൻ്റെ ഇൻകം കാണുന്ന സമയത്ത് ജോണിന് 2 ഇൻകം ആണ് ഇവിടെ മെയിനായിട്ടുള്ള, ഇൻകം ഫ്രം ബിസിനസ്, ലോട്ടറി വിന്നിങ്സ്. ദെൻ ജോൺ സിയുടേത് സാലറി 1 lakh, ഇൻകം ഫ്രം ട്യൂഷൻ 50,000. അപ്പോൾ നോക്കാം, ജോണിനാണോ ജോൺസിക്കാണോ കൂടുതൽ ഇൻകം ഇവിടെ ഉള്ളത്? ജോണാണ് അല്ലേ. ജോണിന് 3 ലക്ഷവും ജോൺസിക്ക് 1,50,000 ആണ് ഇൻകം ഉള്ളത്. അപ്പോൾ ആരുടെ ഇൻകത്തോടൊപ്പമാണ് മൈനർ കുട്ടികളുടെ ഇൻകം നമ്മൾ ക്ലബ്ബ് ചെയ്യേണ്ടത്? ഇവിടെ ജോണിൻ്റെ ഇൻകത്തോടൊപ്പമാണ് നമ്മൾ ക്ലബ്ബ് ചെയ്യേണ്ടത്. ക്ലബ്ബ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജെയിൻ്റെ കേസിൽ നോക്കാം, മൈനസ് സണ്ണാണ്. ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡിപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ജോണിൻ്റെ ഇൻകത്തോടൊപ്പം ക്ലബ്ബ് ചെയ്യണം. അത് ഒരിക്കലും സ്വന്തം കഴിവിൽ കിട്ടുന്നൊരു ഇൻകം അല്ല. ദെൻ റെമ്യൂണറേഷൻ ഫോർ ആക്ടിങ് ഇൻ ഫിലിംസ്, അത് സ്വന്തം കഴിവിൽ കിട്ടുന്ന ഇൻകമാണ്. അത് നമ്മൾ എന്ത് ചെയ്യരുത്, ഈ റെമ്യൂണറേഷൻ നമ്മൾ ക്ലബ്ബ് ചെയ്യരുത്. അത് ആരുടെ ഇൻകം തന്നെയാണ്, ജെയിൻ്റെ ഇൻകമായിട്ട് തന്നെ നമ്മൾ കാണിക്കണം. ദെൻ ജോയൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് മൈനസ് ആണ്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, അത് ക്ലബ്ബ് ചെയ്യില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡിപ്പോസിറ്റ് നമ്മൾ ക്ലബ്ബ് ചെയ്യില്ല, ഇൻകം ഫ്രം റണ്ണിങ് എ കോൾ സെൻറ്റർ നമ്മൾ എന്ത് ചെയ്യില്ല, ക്ലബ്ബ് ചെയ്യില്ല. ദെൻ ജിൻസി മൈനർ ഡോട്ടർ ഓഫ് ജോൺ ആണ്. ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് നമ്മൾ എന്ത് ചെയ്യും, ക്ലബ്ബ് ചെയ്യും. അതായത് ജോണിൻ്റെ ഇൻകത്തോടൊപ്പം നമ്മൾ ക്ലബ്ബ് ചെയ്യും. ഫ്രം ഡാൻസ് പ്രോഗ്രാം, ഡാൻസ് പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്നത് വെച്ചാൽ സ്വന്തം കഴിവിൽ കിട്ടുന്നതാണ്, അത് നമ്മൾ എന്ത് ചെയ്യില്ല, ക്ലബ്ബ് ചെയ്യില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് നമ്മൾ എന്ത് ചെയ്യും, ജോണിൻ്റെ ഇൻകത്തോടൊപ്പം ക്ലബ്ബ് ചെയ്യും. ഡാൻസ് പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ആരുടെ ഇൻകം തന്നെയാണ്, ജിൻസിയുടെ ഇൻകമായിട്ട് തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ജോൺ ആണ് ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം, ജോണിൻ്റെ ഇൻകം എന്ന് പറയുന്നത് ഒന്ന് ഇൻകം ഫ്രം ബിസിനസ്സാണ്. ഇൻകം ഫ്രം ബിസിനസ് എത്രയാണ് എമൗണ്ട്? അവിടെ കോളമൊന്നും വരച്ചിട്ടില്ല, ജസ്റ്റ് എമൗണ്ട് മാത്രം കാണിക്കുകയാണ്. 2 ലക്ഷമാണ് എമൗണ്ട്. എമൗണ്ട് എന്ന് പറയുന്നത് ലോട്ടറി വിന്നിങ്സ് ആണ്, അല്ലെങ്കിൽ വിന്നിങ്സ് ഫ്രം ലോട്ടറിയാണ്. എത്രയാണ്? 1 lakh ആണ് ലോട്ടറി വിന്നിങ്സ്. ഇനി നമ്മൾ ക്ലബ്ബ് ചെയ്യുന്ന ഇൻകമാണ്. ആദ്യം തന്നെ ആരുടെ ഇൻകമാണ് നമ്മൾ ക്ലബ്ബ് ചെയ്യേണ്ടത്? ജെയിൻ മൈനസ് സൺ ഓഫ് ജോൺ ആണ്. അതിൽ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡിപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ക്ലബ്ബ് ചെയ്യും. റെമ്യൂണറേഷൻ ഫോർ ആക്ടിങ് ഇൻ ഫിലിംസ് നമ്മൾ എന്ത് ചെയ്യില്ല, ക്ലബ്ബ് ചെയ്യില്ല. അത് സ്വന്തം കഴിവിൽ കിട്ടുന്നതാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, അത് ക്ലബ്ബ് ചെയ്യില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡിപ്പോസിറ്റ്.
ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് ആരുടെ ഇൻകം ആണ്? ജെയിൻ്റെ ഇൻകം ആണ്. എത്രയാണ് എമൗണ്ട് വരുന്നത്? 10,000 ആണ്. നമുക്ക് രണ്ടും കൂടി ഒന്നിച്ച് ആഡ് ചെയ്യാം. ഇനി അപ്പോൾ ജെയിൻ്റെ കഴിഞ്ഞു. ജോയലിൻ്റെ നമ്മൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും നമ്മൾ ക്ലബ് ചെയ്യില്ല. ദെൻ ജിൻസിയുടെ അതുപോലെ 2 ഐറ്റം ഡാൻസ് പ്രോഗ്രാമിൻ്റെ നമ്മൾ എടുക്കില്ല. ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് നമ്മൾ എന്ത് ചെയ്യും, എടുക്കും. ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എത്രയാണ് എമൗണ്ട്? 40,000. അപ്പോൾ മാക്സിമം നമുക്ക് എന്ത് കിട്ടും? 50,000 നമുക്ക് എമൗണ്ട്. 10,000 40,000 കൂട്ടി 50,000 നമുക്ക് എമൗണ്ട് കിട്ടും. ഇനി ഇവിടെ എത്ര കുട്ടികളുടെ ഇൻകമാണ് നമ്മൾ ക്ലബ്ബ് ചെയ്യുന്നത്? ഈ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ജിൻസിയുടെ ഇൻകമാണ്. 2 കുട്ടികളുടെ ഇൻകമാണ് നമ്മൾ എന്ത് ചെയ്തത്, ക്ലബ്ബ് ചെയ്തത്. അപ്പോൾ 2 കുട്ടികൾക്ക്, ഒരു കുട്ടിക്ക് എത്ര രൂപ എക്സംഷൻ കിട്ടും? 1,500 രൂപ വരെ മാക്സിമം എക്സംഷൻ കിട്ടും. അതായത് ആക്ച്വൽ എമൗണ്ട് ആണോ 1,500 ആണോ ഏതാണ് കുറവ്, അത്ര എക്സംഷൻ കിട്ടും. ഇവിടെ ആദ്യത്തെ ജെയിൻ്റെ കേസിൽ 10,000 ആണ് എമൗണ്ട്, രണ്ടാമത്തെ ജിൻസിയുടെ കേസിൽ 40,000 ആണ്. അപ്പോൾ ആക്ച്വൽ എമൗണ്ട് ഓർ 1,500 വിച്ച് എവർ ഈസ് ലെസ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയായിരിക്കും? 1,500 ആണ് ഇവർക്ക് എന്ത് കിട്ടുക, എക്സംഷൻ കിട്ടുക. അപ്പോൾ ലെസ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 32 പ്രകാരമാണ് നമ്മൾ പറഞ്ഞത് ആക്ച്വൽ എമൗണ്ട് ഓർ 1,500 വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് 1,500 ആണ് കുറവ്. ഇനി നോക്കാം, ഒരു കുട്ടിക്കാണ് 1,500. ഇവിടെ എത്ര കുട്ടികളുടെ നമ്മൾ ക്ലബ്ബ് ചെയ്യുന്നുണ്ട്? 2 കുട്ടികളുടെ നമ്മൾ ക്ലബ്ബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1,500 × 2 എത്ര വരും? 3,000 ആണ് നമുക്ക് എന്ത് കിട്ടുക, എക്സംഷൻ കിട്ടുക. അപ്പോൾ 47,000 രൂപയാണ് നമ്മൾ ആരുടെ ഇൻകത്തോടൊപ്പം ക്ലബ്ബ് ചെയ്യുന്നത്? ജോണിൻ്റെ ഇൻകത്തോടൊപ്പം നമ്മൾ ക്ലബ്ബ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ജോണിൻ്റെ ഇൻകം എന്ന് പറയുന്നത്, ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 3,47,000 കിട്ടും. ജോൺസിയുടെ ഇൻകം ആണ്. ജോൺസിയുടെ ഇൻകത്തിൽ വേറൊന്നും ക്ലബ്ബ് ചെയ്യുന്നില്ല. ജോൺസിയുടെ 2 ഇൻകം തന്നെ, ഒന്ന് സാലറി അല്ലെങ്കിൽ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 1,00,000 റുപ്പീസ് ആണ്. ദെൻ ഇൻകം ഫ്രം ട്യൂഷൻ, ഇൻകം ഫ്രം സാലറിയും ഇൻകം ഫ്രം ട്യൂഷൻ 50,000. അപ്പോൾ എത്ര കിട്ടും? 1,50,000. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ആരുടെ ഇൻകമാണ്? ജെയിൻ്റെ ഇൻകമാണ്. ജെയിൻ്റെ ഇൻകം നമുക്കറിയാം. ജെയിൻ്റെ ഒരു ഇൻകം ഓൾറെഡി നമ്മൾ ജോണിൻ്റെ ഇൻകത്തോടൊപ്പം നമ്മൾ എന്ത് ചെയ്തു? ക്ലബ്ബ് ചെയ്തു. ഇനി ആകെയുള്ളത് റെമ്യൂണറേഷൻ ഫോർ ആക്ടിങ് ഇൻ ഫിലിംസ് ആണ്. അപ്പോൾ അതാണ് അടുത്തത്, റെമ്യൂണറേഷൻ ഫോർ ആക്ടിങ് ഇൻ ഫിലിംസ്. എത്രയാണ് എമൗണ്ട് വരുന്നത്? 2,50,000. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല. ജെയിൻ കഴിഞ്ഞാൽ ഇനി വരുന്നത് ജോയലാണ്. ജോയൽ നമുക്കറിയാം ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്. അതുകൊണ്ട് 2 ഇൻകവും നമ്മൾ എന്ത് ചെയ്യില്ല, ക്ലബ്ബ് ഇതിലെ ഒരു ഇൻകവും നമ്മൾ എന്ത് ചെയ്യില്ല, ക്ലബ്ബ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ജോയലിന് 2 ഇൻകമാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റും, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് എമൗണ്ട് 15,000 ആണ്. ദെൻ അതേപോലെ ഇൻകം ഫ്രം കോൾ സെൻറ്റർ എമൗണ്ട് എന്ന് പറയുന്നത് 20,000 ആണ്. അപ്പോൾ 35,000 ആണ് ആരുടെ ഇൻകം? ജോയലിൻ്റെ ഇൻകം കിട്ടുക. ഇനി ലാസ്റ്റ് വൺ ജിൻസിയുടെ ഇൻകം ആണ്. ജിൻസിക്ക് നമുക്കറിയാം ഒരു ഇൻകം മാത്രമേ ഉള്ളൂ. മറ്റത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? ജോണിൻ്റെ ഇൻകത്തോടൊപ്പം നമ്മൾ ക്ലബ്ബ് ചെയ്തു. അപ്പോൾ ഇവിടെ വരുന്നത് ഇൻകം ഫ്രം ഡാൻസ് പ്രോഗ്രാമാണ് 5,000 വരുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ എന്താണ് ജിൻസിയുടെ ഇൻകമായിട്ട് എഴുതേണ്ടത്. ഇൻകം ഫ്രം ഡാൻസ് പ്രോഗ്രാം എമൗണ്ട് എന്ന് പറയുന്നത് 5,000 ആണ് ജിൻസിയുടെ ഇൻകമായിട്ട് വരുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്ലബ്ബ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പാരൻറ്റിന് ആർക്കാണോ കൂടുതൽ ഇൻകം ഉള്ളത് അവരുടെ ഇൻകത്തോടൊപ്പമാണ് നമ്മൾ ക്ലബ്ബ് ചെയ്യുന്നത്. ക്ലബ്ബ് ചെയ്യുമ്പോൾ സ്വന്തം ടാലൻറ്റ് അല്ലെങ്കിൽ സ്കിൽ ഉപയോഗിച്ചിട്ട് ഏൺ ചെയ്യുന്ന ഇൻകം നമ്മൾ ക്ലബ്ബ് ചെയ്യാറില്ല. അതേപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ ഒരു ഇൻകവും നമ്മൾ ക്ലബ്ബ് ചെയ്യാറില്ല. പിന്നെ ക്ലബ്ബ് ചെയ്യുന്ന കുട്ടിക്ക് മാക്സിമം 1,500 വരെ ഒരു കുട്ടിക്ക് എക്സംഷൻ കിട്ടുന്നുണ്ട്. അത് ആക്ച്വൽ എമൗണ്ട് 1,500 വിച്ച് എവർ ഈസ് ലെസ് ആണ് നമുക്ക് എക്സംഷൻ നമുക്ക് കിട്ടുന്നത്.